ISC ഫിസിക്സ് 2 പാർട്ടാണ്. ഇന്ന് പണി പാളും ഗൈസ്. ഹായ്, ഹലോ, നമസ്തേ, വെൽക്കം ബാക്ക് ടു GKM വേൾഡ്. ഇന്നിപ്പോൾ ഏത് ദിവസം? 3-ാം തീയതിയാണ്. 3-ാം തീയതി ചിലർക്ക് ഇന്ന് പരീക്ഷ തുടങ്ങും, ചിലർക്ക് നാളെ പരീക്ഷ തുടങ്ങുള്ളൂ. ഇന്നിപ്പോൾ പരീക്ഷ സ്റ്റേറ്റ് സിലബസിനെ വെച്ച് നോക്കുമ്പോൾ 9-ാം ക്ലാസ്സും പിന്നെ 10-ാം ക്ലാസ്സും എക്സാം ഒക്കെയാണ്. 8-ാം ക്ലാസ്സിനും ഉണ്ട് എക്സാം. ഹൈസ്കൂൾ ലെവലിലൊക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ചിലർക്ക് നാളെയാണ് എക്സാം ഉള്ളൂ. UP വിഭാഗത്തിലൊക്കെ നാളെയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ച ബുക്ക് എന്ന് പറയുന്നത് ISC സിലബസാണ്. +2-ൻ്റെ ഫിസിക്സ് ആണ്. നല്ല കട്ട സബ്ജക്റ്റാണ്. രക്ഷയില്ല. വല്ല സിലബസ് പറയുമ്പോൾ അറിയാലോ. അപ്പോൾ ഇതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഇവിടെ വരുന്ന മീനാക്ഷിക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ അവൾക്ക് നാളെയാണ് പരീക്ഷ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഭയങ്കര ബിസി ആയിരിക്കും. എനിക്ക് 10:30 ട്യൂഷൻ ഉണ്ട്. 10:30 ഞാൻ പറഞ്ഞല്ലോ, നാളെ കുറച്ച് പേർക്ക് നാളെ കുറച്ച് പേർക്ക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് ഇന്ന് 10:30 ഞാൻ ട്യൂഷൻ വെച്ചിട്ടുണ്ട്. 10:30, 11:30 അങ്ങനെ 2 ബാച്ചായിട്ടാണ് ട്യൂഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പം ഈ പറഞ്ഞ ബുക്കുകളിലുള്ള ആൾക്കാർ വരിക. പിന്നെ അതിനുശേഷം പിന്നെ ചെറിയ ക്ലാസ്സുകളുണ്ട്, പിന്നെ വലിയ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ളൊരു 10:30 വരെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ബിസി ആയിരിക്കും. ഇതിനിടയിൽ എനിക്ക് വീട്ടിലേക്ക് വേണ്ടി മാസത്തിൽ അങ്ങനെ പർച്ചേസ് നടത്തില്ല. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകണം. അപ്പോൾ അതിന് സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം ഉച്ചയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് അതിന് പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ വെൽക്കം അഗെയിൻ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിത് അങ്ങനെ പറയാറില്ല, എന്നാൽ കൂടി പറയുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ചെറുപ്പകാലം വയസ്സായിട്ടില്ലല്ലോ. ജനിച്ചപ്പോ തൊട്ട് 5 വയസ്സുള്ളപ്പോ യൂട്യൂബിലുള്ള ആളാ. അതെവിടെയാ? അതിന്റെ ചാനലിന്റെ പേരെന്താ? മേരി ജോബി. നമുക്ക് സബ് ചെയ്തോളാം കേട്ടോ, എല്ലാവരും സബ് ചെയ്തോളാം. ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശ ആൻഡ് ബീട്രൂട്ട് മസാലക്കറി. അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ ഞാൻ ട്യൂഷനാണ് വന്നത്. നീ വായിച്ചത് തന്നട്ടാ കൃത്യമായിട്ട്. ഓക്കെ, മനസ്സിലാവണ്ട? ഉച്ചവരെയുള്ള ട്യൂഷൻ കഴിഞ്ഞു. രാവിലെ 10:30 തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ ഒരു മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ഇപ്പം തന്നെ സമയം 1 മണിയായി. ഇനിയിപ്പോൾ ഒരു 1:30 ആകുമ്പോഴേക്കൊക്കെ വീട്ടിലേക്ക് എത്തുക. അത് കഴിഞ്ഞ് ഫുഡ് അടിച്ചിട്ട് നേരെ ഇവിടേക്ക് തന്നെ വരണം. അടുത്ത ട്യൂഷൻ ബാച്ച് സാധാരണ 3 മണിക്കാണ് തുടങ്ങാറുള്ളത്. പക്ഷേ ഇന്ന് നേരത്തെ തുടങ്ങും. ഞാൻ പറഞ്ഞിരുന്നല്ലോ, പരീക്ഷ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഫുഡ് അടി, പിന്നെ ട്യൂഷൻ. ഇതാണ് സൂപ്പർ മാർക്കറ്റിൽ അമ്മ എഴുതി തന്ന ലിസ്റ്റ്. ഇതൊക്കെ തപ്പി വരുമ്പോൾ അരമണിക്കൂറിന് മേലെയാവും. 1-ൽ നിന്ന് തുടങ്ങി നമ്മുടെ ചന്ദനത്തിരി. ഇവിടെ തന്നെ 50 രൂപയുടെ ചന്ദനത്തിരി തപ്പി പിടിക്കാനായിട്ട് നല്ല പാടാണ്. പിന്നെ ഇത് ഞാൻ എടുത്തു. ഇതിൽ നിന്ന് മാച്ച് ബോക്സ് ഒക്കെ ഫ്രീ ആണെന്നൊക്കെ പറയുന്നുണ്ട്, വെറുതെ എടുത്തു. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് അരി വാങ്ങിച്ചില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് സൺലൈറ്റ് സോപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് കുറച്ച് വൃത്തി കൂടിപ്പോയി. ബാക്കി എല്ലാ സാധനങ്ങളും തട്ടിക്കൂട്ടിയിട്ടിട്ട് ഇപ്പോൾ ഞാൻ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. ബിസ്ക്കറ്റ് ഞാൻ അധികമൊന്നും വാങ്ങിക്കുന്നില്ല. നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള 50-50 വാങ്ങിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ പാർലേജി ഉണ്ടല്ലോ, പാർലേജി മേടിക്കുന്നുണ്ട്. മതി, ഇത്രയും മതി. അധികം സാധനങ്ങളൊന്നുമില്ല. ഈ കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ തിങ്ങി തറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുമായിരിക്കും. അപ്പം നമ്മൾ ഇതും കൂടി എടുത്തിട്ട് നമ്മളങ്ങോട്ട് തട്ടി ഇവിടുന്ന് വേഗം വിടുവാണ്. ഇപ്പം തന്നെ 1:30 കഴിഞ്ഞു. ഇവിടെയൊക്കെ ബില്ലൊക്കെ ചെയ്തതിന് ശേഷം, നമ്മൾ പേ ചെയ്തതിന് ശേഷം നമുക്കൊരു കൂപ്പൺ കിട്ടി. ഓണത്തിൻ്റെ എന്തോ നറുക്കെടുപ്പുണ്ട് അത്ര. ഇവിടെ കുറച്ച് സമ്മാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലൊക്കെ ഒന്ന് കിട്ടിയാൽ കിട്ടി, അത്ര തന്നെ. കുടുംബ പ്രാരബ്ധം. ഇതിൻ്റെ ബില്ല് കണ്ടാൽ ഞെട്ടും. ബില്ല് വന്നിട്ടുള്ളത് നീണ്ടു നിവർന്ന ബില്ല്. ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ 3015 രൂപ. അതിന് മാത്രമുള്ള സാധനമൊന്നുമില്ല അത്. പക്ഷേ നല്ല കിടിലൻ പ്രൈസാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കിനി പുറത്തേക്കൊന്ന് പോകണം. പുറത്തേക്ക് പോകുമ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. കുറച്ച് ജോബ്സ് അപ്ലൈ ചെയ്യാനുണ്ട്. ഗവൺമെൻറ് സെക്ടർ എക്സാംസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ആകെ ചീർത്തിരിക്കുകയാണ്. ജിമ്മിനൊക്കെ പോയിട്ട് ഈ തടിയൊക്കെ കുറച്ചെടുക്കണം. എത്ര നാളെടുക്കാവോ? വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി റോഡ് സൈഡിൽ കണ്ടു, അത് മേടിച്ചു. ഡ്രസ്സിൽ പോയപ്പോ ഒരു സാധനം മേടിക്കാൻ മതി.
റിമോട്ട് കാർ ഉഷാരം എനിക്കായിട്ട്. അപ്പൊ അദ്ദേഹം കഴിച്ച ആദ്യം ആ മോളിലേക്ക് പോലത്തെ ബൂമറാങ് പോലത്തെ നമ്മൾ മോളിലേക്ക് പോയിട്ട് നമ്മുടെ തിരിച്ച് കയ്യിലേക്ക് ഒരു നെറ്റിട്ട പോലത്തെ ബോള്. പിന്നെ റിമോട്ട് കാർ വാങ്ങിച്ചോ? റിമോട്ട് കാർ വാങ്ങിച്ചോ? എന്നിട്ട് നാളെ മേടിക്കുന്ന പറയണം. നാളെ വാങ്ങിക്കാം. ഇനി നമുക്ക് റിഷാന്റെ ബർത്ത്ഡേക്ക് കേക്കും ഓർഡർ ചെയ്യണം. ഏതാണ്ടേ? ഹൾക്ക് വേണോ, തോറ് വേണോ, സ്പൈഡർമാൻ വേണോ? ഏതാ വേണ്ടേ? ഹൾക്ക് വേണോ, തോറ് വേണോ, സ്പൈഡർമാൻ വേണോ? എന്തെങ്കിലും മതി. ഹൾക്ക് മതിയല്ലേ? അപ്പൊ ഹൾക്ക് നമുക്ക് വിളിക്കും. അവഞ്ചേഴ്സാ എല്ലാരും? അവഞ്ചേഴ്സ് അസംബിൾ എല്ലാം വേണം. മിക്സ് ആയിട്ട് ആ ചുമയൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അങ്ങനെ വേമ്പോ മഞ്ഞ ഇതൊക്കെ ഉണ്ട്. ടാറ്റാ ടാറ്റാ. ഓക്കെ. 10:44 പരീക്ഷ ഇംഗ്ലീഷ്. വീട്ടിൽ പോയി കിടന്നുറങ്ങാനാണെന്നുണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട്. 2 ചാപ്റ്റർ. രാവിലെ 5 മണിക്ക് എഴുന്നേക്കുക, പഠിക്കുക. നാളത്തെ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കുക. ഓണത്തിന്റെ 10 ദിവസം വെക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് നല്ലപോലെ വാങ്ങിച്ച പേപ്പറുകൾ നമുക്ക് കാണണം. കാണാത്ത പക്ഷം അടി ഇടി തൊഴി മാന്ത് കുത്ത് ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. കലാപരിപാടികൾ ഓണത്തല്ല് ഓണത്തിന് ശേഷം ഉണ്ടാവുന്നതാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ ഗൈസ്, ബൈ.